ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ആ വീഡിയോ തനിക്ക് കാണാൻ പറ്റാതെ പോയതിന്റെ വിഷമം പാറുവിനോട് പറയുകയാണ് വിശാൽ. തുടർന്ന് പാറു വിശാലിനെ സമാധാനിപ്പിക്കുന്നു. വിശാൽ സാർ സമാധാനമായിട്ടിരിക്കുക, എന്താണെങ്കിലും ദൈവം ഒരിക്കൽ വിശാൽ സാറിനെ കാണാൻ വരും. ഇതെനിക്ക് ദൈവമ തന്ന വാക്കാണ്. അമ്മ വരും അല്ലേ പാറുവെന്ന് വിശാല ചോദിക്കുമ്പോൾ വരുമെന്നും സാറിന്റെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം കിട്ടുമെന്നും ദേവമ്മയുടെ കൊലപാതകയെ നമ്മൾ കണ്ടെത്തിയിരിക്കും. സാറിന് എപ്പോഴും ആ വിശ്വാസം കാണണം, അതിനുവേണ്ടിയാ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നതെന്നും പാറു പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് പ്രതാപനും പ്രഭാവതിയും കൂടി വരികയാണ്. മോനെ വിശാൽ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനാ വന്നത്. ഈ പ്രതാപനുണ്ടല്ലോ, മോന്റെ അമ്മയുടെ പേരില് കുറെ നല്ല നല്ല കാര്യങ്ങള് ചെയ്യുന്നുണ്ടായിരുന്നു. പാവപ്പെട്ടവരെയും ആരോരുമില്ലാത്ത സ്ത്രീകളെയും അങ്ങനെയുള്ളവരെയൊക്കെ സഹായിക്കുകയാണ് പ്രതാപന്റെ ലക്ഷ്യം. ഇതൊക്കെ കേൾക്കുന്ന വിശാലിന് സന്തോഷമാവുകയാണ്. എന്നിട്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എടാ, ഇവൻ ആരെയും ഒന്നും തന്നെ അറിയിക്കാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്ന് പ്രഭാവതി പറയുമ്പോൾ വിശാല പറയുകയാണ്, എന്നാലും എന്നോട് പറയാമായിരുന്നു. എന്താണെങ്കിലും അങ്കിള് ചെയ്യുന്ന ഈ പ്രവൃത്തികൾക്കെല്ലാം ഒത്തിരി ഒത്തിരി നന്ദിയുണ്ടെന്ന് വിശാല പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അത് പിന്നെ മോനെ, ഇപ്പോ ഈ നന്ദി മാത്രം പോരാ, ഇവനെ ഒരു കുരുക്കിൽ പെട്ടിരിക്കുകയാ. ഒരു അനാഥാലയത്തിന് മോന്റെ അമ്മയുടെ പേരിലെ 30 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഇവൻ കയറി അങ്ങ് ഏറ്റു. 30 ലക്ഷം എന്താ ചില്ലറ തുകയാണോ? ഇവനത് ഏറ്റുപോയില്ലേ? സ്ഥിരമായി ഒരു വരുമാനം പോലും ഇല്ലാത്ത ഇവനോട് ഞാൻ അവൻ എവിടുന്ന് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോ ഇവൻ എന്നോട് പറയുക വിശാലിനോട് മേടിച്ചു കൊടുക്കാം എന്ന് കരുതിയാ ഉറപ്പ് നൽകിയതെന്ന്. അതിനെന്താമ്മേ, അങ്കിളിനെ അമ്മ വഴക്കൊന്നും പറയാൻ നിൽക്കണ്ട, എന്റെ അമ്മയുടെ പേരിലല്ലേ, ഞാൻ തന്നെ കൊടുത്തോളാം. ഇത് കേൾക്കുന്ന പ്രഭാവതിക്കും പ്രതാപനും സന്തോഷമാവുകയാണ്. അതേസമയം ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാറു. തുടർന്ന് വിശാൽ തന്റെ ചെക്ക് ബുക്ക് എടുക്കുകയും അതില് ഒപ്പിടാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ പാറു പറയുകയാണ്, വിശാൽ സാർ അമ്മയുടെ പേരില് സത്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാ. ഈ തുക നമുക്ക് കൊടുക്കാം, പക്ഷേ ഇന്ന് വേണ്ട. ഇത് കേൾക്കുന്ന പ്രഭാവതിയും പ്രതാപനും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അതെന്താ പാർവതി ഇന്ന് കൊടുക്കണ്ടെന്ന് പറഞ്ഞത്? അത് പിന്നെ അടുത്ത മാസം അമ്മയുടെ പിറന്നാളല്ലേ വരുന്നത്, അന്നേരം നമുക്ക് തന്നെ നേരിട്ട് ചെന്ന് കൊടുക്കാം. മാത്രവുമല്ല, പ്രഭാവതി അമ്മയുടെ കൈകൊണ്ട് ഗായത്രി അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് അവിടെയുള്ള കുട്ടികൾക്കെല്ലാം അന്നദാനം നടത്തുകയും ചെയ്യാം. എന്താ അമ്മേ, അതല്ലേ നല്ലതെന്ന് പാറു ചോദിക്കുമ്പോ അത് മതിയെന്ന് പ്രഭാവതി പറയുന്നു. തുടർന്ന് വിശാല പറയുകയാണ്, എങ്കിൽ ശരി, അങ്ങനെ തന്നെ ആകട്ടെ. ഓർഫനേജിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. സാർ, ഇനി നിന്നാലേ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ വൈകുമെന്ന് പാറു പറയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങാനൊരുങ്ങുകയാണ് വിശാൽ. തുടർന്ന് പാറുവിനെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് വിശാൽ അവിടെ നിന്ന് പോകുമ്പോൾ പാറു മനസ്സിൽ പറയുകയാണ്, പ്രതാപൻ സാറും പ്രഭാവതി അമ്മയും കൂടി വിശാൽ സാറിനെ പറ്റിക്കാമെന്ന് കരുതി കാണും. ഈ പാർവതി ഉള്ളിടത്തോളം ഇനി വിശാൽ സാറിനെ പറ്റിക്കാൻ നിങ്ങളെ ആരെയും ഞാൻ അനുവദിക്കില്ല. പിന്നീട് കാണിക്കുന്നത് പാറു താഴേക്കിറങ്ങുമ്പോൾ പ്രഭാവതി ദേഷ്യത്തോടെ പാറുവിനെ വിളിക്കുകയാണ്. അതെ പാർവതി, ഇവിടെ തറ തുടയ്ക്കുന്നതും പാചകം ചെയ്യുന്നതും അങ്ങനെയുള്ള വീട്ടുകാര്യങ്ങൾ മാത്രം നീ നോക്കിയാ മതി. പണത്തിന്റെ കാര്യങ്ങളെല്ലാം ഇടപെടാനായിട്ട് നിനക്ക് എന്തർഹതയുള്ളത്? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ദരിദ്രവാസിയാണ് നീ, അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം ഇടപെടാൻ നീ ആരാണെന്ന് പ്രഭാവതി ചോദിക്കുമ്പോ പാറു പറയുകയാണ്, ഞാനേ വിശാൽ സാറിന്റെ ഭാര്യയാണ്. ഈ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടാനായിട്ട് എനിക്ക് അവകാശവുമുണ്ട്. നിങ്ങൾക്ക് പണം നൽകുന്നതിൽ നിന്നും ഞാൻ വിശാൽ സാറിനെ മനഃപൂർവ്വം തടഞ്ഞതാ. അത് സാറിന് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. നീ എന്തിനാ അത് തടഞ്ഞതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോ പാറു പറയുകയാണ്, നല്ലൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നു ആ തുകയെങ്കിലേ ഞാൻ തടയില്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം അതായിരുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ കൂടെയുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് വിശാൽ സാറിനെ പറ്റിക്കാൻ സാധിക്കില്ല. അത് ആരാണെങ്കിലും എന്റെ ആ തീരുമാനത്തിന് മാറ്റമുണ്ടാകില്ല. നീ എന്നോട് ധിക്കാരം പറയാൻ മാത്രമായോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രഭാവതി പാറുവിനെ തല്ലാനൊരുങ്ങുമ്പോ പ്രഭാവതിയുടെ കൈ തടഞ്ഞു നിർത്തുകയാണ് പാർവതി. ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. പെട്ടെന്ന് വിശാൽ അങ്ങോട്ടേക്ക് വന്ന് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോ പാറു പറയുകയാണ്, അത് പിന്നെ അമ്മയുടെ കയ്യിലെന്തോ വേദന പോലെയെന്ന് ഞാനേ തിരുമ്മി കൊടുക്കുകയായിരുന്നു. അതേ മോനെ, എന്റെ കൈക്ക് നല്ല വേദനയെന്ന് പ്രഭാവതി പറയുമ്പോ വിശാൽ പറയുകയാണ്, ഞാൻ കരുതി നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ അടികൂടുകയാണെന്ന്. എന്റെ വിശാൽ സാറേ, പ്രഭാവതി അമ്മയ്ക്ക് ഞാനെന്ന് വെച്ചാലേ മോളെ പോലെയാ. അമ്മയും മോളും തമ്മിൽ അടികൂടുമോ? ശരി ശരി പാർവതി, നീ അമ്മയുടെ കൈ നന്നായിട്ട് തിരുമ്മിക്കൊടുക്കാൻ പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് പോകുന്നു. എന്താടി, എന്താ നിന്റെ ഉദ്ദേശമെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, വിശാൽ സാറിന്റെയും ഈ വീട്ടിലുള്ളവരുടെയും സംരക്ഷണം. ഇനി ആരെങ്കിലും അതിന് ശ്രമിച്ചാലേ ഞാൻ അവരെ അനുഭവിപ്പിച്ചിരിക്കും എന്ന് ദേഷ്യത്തോടെ പാറു പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാറുവിനെയുമാണ്. പ്രഭാവതി തനിക്ക് ദൈവത്തെ പോലെയാണെന്നൊക്കെ വിശാല് പാറുവിനോട് പറയുകയാണ്. തുടർന്ന് ഗായത്രിയുടെ പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് വിശാൽ ഉറങ്ങുന്നു. കാണുന്ന പാറു വിശാലിന്റെ കാൽക്കൽ ചെന്നിരുന്ന് മനസ്സിൽ പറയുകയാണ്, കാളകൂട വിഷം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന
പ്രഭാവതിയാണല്ലോ എൻ്റെ വിശാൽ സാറ് ദൈവമായിട്ട് കാണുന്നത്. വിശാൽ സാറിനെ എങ്ങനെ ഞാൻ നേർവഴി കൊണ്ടുവരും എന്നൊക്കെ ആലോചിക്കുകയാണ് പാറു. അങ്ങനെ വിശാലിന്റെ കാലിൽ കിടന്ന് പാറുവും ഉറങ്ങുന്നു. നേരം പുലർച്ചെയാകുന്നു. വിശാൽ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് തന്റെ കാൽക്കൽ കിടന്നുറങ്ങുന്ന പാറുവിനെയാണ്. പാർവതി, നീ ഇന്നലെ ഇവിടെ കിടന്നാണ് ഉറങ്ങിയത്, കട്ടിലിൽ കിടന്നുറങ്ങിയാൽ പോരായിരുന്നു എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, എനിക്ക് ഇങ്ങനെ ഉറങ്ങാനാ ഇഷ്ടം. അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പാറു വിശാലിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.